ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും ലൈവ് ട്രേഡിംഗ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നിഫ്റ്റി അനലൈസ് ചെയ്യാം. നിഫ്റ്റീൻ്റെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നിഫ്റ്റി ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ഇന്ന് കംപ്ലീറ്റ് കാണിച്ചത്. നിഫ്റ്റിയിൽ നാളെ ഇൻട്രാഡേ ട്രേഡ് എവിടെയാണ് പോസിബിൾ എന്ന് നോക്കാൻ ലോവർ ടൈം ഫ്രെയിമിൽ പോവാം. നിഫ്റ്റീൻ്റെ 15 മിനിറ്റ് ചാർട്ടിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, നിഫ്റ്റി ഓൾറെഡി അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി ബൈ ഓൺ ഡിപ്പാണ്. എപ്പോഴൊക്കെ നിഫ്റ്റി ഡിപ്പിൽ വരും അവിടെ നമ്മൾ ബൈ ചെയ്യും. നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പൺ ആയാലും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും ഞാൻ ബൈ ഓൺ ഡിപ്പാണ് നോക്കുക. ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ പോയാലും ഞാൻ അവിടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് സെർച്ച് ചെയ്യുക, അവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡിലിനനുസരിച്ചിട്ട്. നിഫ്റ്റി ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ താഴിൽ ക്ലോസ് ചെയ്ത് മാത്രമേ നമ്മൾ നിഫ്റ്റിയിൽ ഇനി നെഗറ്റീവ് ആവേണ്ട ആവശ്യമുള്ളൂ. അതുവരെ നിഫ്റ്റി പോസിറ്റീവ് തന്നെയായിരിക്കും. ക്യാപ് ഡൗൺ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയാലും ഞാനൊരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഞാനത് ബൈ ചെയ്യാനാണ് നോക്കുക. അതേപോലെ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് പോയാലും ഇമ്മീഡിയറ്റ് ബൈ ട്രൈ ചെയ്യും ആസ് പെർ മൈ സ്ട്രാറ്റജി. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും ഞാൻ അവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡിൽ നോക്കിയിട്ട് ബൈ തന്നെയാണ് ട്രൈ ചെയ്യുക. നിഫ്റ്റിയിലുള്ള അനാലിസിസ് ബാങ്ക് നിഫ്റ്റീൻ്റെ ഡെയിലി ചാർട്ടിൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കും, ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ടും ബാങ്ക് നിഫ്റ്റി ആ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ടിൽ മാത്രമേ ഒരു നല്ല ട്രേഡ് കിട്ടുള്ളൂ. മുകളിലോട്ടാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ താഴോട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ലോസ് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് 52,000 ഉണ്ട്. ബാങ്ക് നിഫ്റ്റി കോൺസ്റ്റൻ്റ്ലി ലോവർ ഹൈസാണ് ഫോം ചെയ്യുന്നത്, എന്നാൽ അത് താഴത്തെ ലോ ബ്രേക്ക് ചെയ്യുന്നുമില്ല. ഇൻട്രാഡേയിൽ നമുക്ക് എവിടെയാണ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തേണ്ടതെന്നുള്ളതിന് സ്മോളർ ടൈം ഫ്രെയിമിലൊന്ന് പോയി നോക്കാം. ബാങ്ക് നിഫ്റ്റീൻ്റെ 15 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാം, ഇതൊരു മേജർ സപ്പോർട്ടായിട്ടാണ് ഉണ്ടായിരുന്നത്. പോരായിട്ട് ഈ ട്രെൻഡ് ലൈനും ഉണ്ടായിന്. ഇന്ന് കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി ആ ട്രെൻഡ് ലൈനും സപ്പോർട്ടും ടച്ച് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോയി ഒരു റേഞ്ചിൽ ആണ് കംപ്ലീറ്റ് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രേഡ് ഇല്ലയെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ടാണ് നമുക്ക് മുകളിലോട്ടുള്ള ട്രേഡ് ആയാലും ബ്രേക്ക് ചെയ്തിട്ട് അതേപോലെ താഴെ ഇവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡിലിനനുസരിച്ചിട്ട് ട്രേഡ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കംപ്ലീറ്റ് ഇവിടെ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ട്രേഡും ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല. നാളെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ അല്ല ഫ്ലാറ്റോ ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ഇല്ല. ബാങ്ക് നിഫ്റ്റി ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് ആ മൂവ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ ഈ പൊസിഷൻസിലുള്ള സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഷാർപ്പ് മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബയേഴ്സ് എല്ലാം പാനിക് മോഡിലായിട്ട് അവർ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് ഒരു നല്ല ഷാർപ്പ് മൂവ്മെൻറ്റ് കിട്ടും. ബിക്കോസ് നാളെ ബാങ്ക് നിഫ്റ്റീൻ്റെ എക്സ്പയറി ആണ്. ഓപ്ഷൻ ചെയിൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും 52,400 52,500 പുട്ട് റൈറ്റേഴ്സ് ഹെവിലി റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 52,500 600 52,700 52,800 കോൾ റൈറ്റേഴ്സും ഹെവിലി റൈറ്റ് ചെയ്തിട്ടുണ്ട്. 400 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആവാത്തത്തോളം കാലം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് നാളെ ഉണ്ടാവില്ല. ആഫ്റ്റർ 12:30 1 o'clock ആണ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടും. താഴെയാണെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ഒരു ക്യാൻഡലിൻ്റെ ഒരു ഫോർമേഷൻ വന്നതിന് ശേഷം നമുക്ക് താഴേക്ക് നല്ലൊരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. നാളെ ജാക്ക് പോട്ട് നമുക്ക് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ജാക്ക് പോട്ട് മൂവ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ടെലഗ്രാം ജോയിൻ ചെയ്യാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു ഫോളും സൈഡ് വേസും ആകാനുള്ള കാരണം HDFCൻ്റെ ADR റിപ്പോർട്ടാണ്. ബേസിക്കലി 55% ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന FFIൻ്റെ കോൺട്രിബ്യൂഷൻ. ബട്ട് അത് കുറഞ്ഞതിൻ്റെ കാരണമാണ് HDFCയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അത്ര റിലൈ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതും വലിയതല്ല, 0.2% പ്രശ്നമില്ലും, ബട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത്.
ഇന്നത്തെ മാർക്കറ്റ് സൈഡ് വേസ് ആയി അധികം ഫോളോ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല മൂവ് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഇതുവരെ ആയിട്ട് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ ജാക്ക് പോട്ട് ട്രേഡ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കാം. നാളെ അഥവാ ബാങ്ക് നിഫ്റ്റിയോ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആയാൽ നിങ്ങൾക്ക് ആ ട്രേഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാം. അതേപോലെ ടുഡേസ് അനാലിസിസ് ഗൈസ്. നിങ്ങൾക്ക് നമ്മളെ ലൈവ് അപ്ഡേറ്റ് വേണമെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോൻ്റെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ട്രേഡിംഗ്.